സൂപ്പർ വെറൈറ്റി ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇടാം. ഇത് ചെരിച്ചിട്ടാണ് വെട്ടുന്നത്. ഇങ്ങനെ വെട്ടുന്നതിന് നമ്മൾ ജൂലിയൻ കട്ട് എന്നാണ് പറയുക. ബീൻസ് ഇട്ട് ഏകദേശം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് വഴറ്റാം. ക്യാരറ്റും ഇതേപോലെ ജൂലിയൻ കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്കുള്ള ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്, അത് ആഡ് ചെയ്യാം. ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാരണം ഫ്രൈഡ് റൈസിൽ ഗ്രീൻ പീസ് കമ്പൽസറി അല്ല. ഞാൻ പിന്നെ ഇതൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചോളമാണ്. ചോളം കയ്യിലുള്ളത് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്, ആവശ്യമില്ല കേട്ടോ. മാക്സിമം നമ്മളെല്ലാ വെജീസും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. പൈനാപ്പിളൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ് മീലാക്കി എടുക്കുക എന്നാണ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. റൈസ് വേവിക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഒരു കപ്പ് അരിക്ക് അതിൻ്റെ 6 ഇരട്ടി വെള്ളം വെച്ചിട്ട് നമ്മളതിൽ ഉപ്പിട്ടിട്ട് റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള റൈസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ കഴിയുന്നത്. നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കാം. ഇത് ശരിക്കും നമ്മൾ ചോറും കറിയും അതിൻ്റെ തോരനും ഒക്കെ ഉണ്ടാക്കി വരുന്നതിനായിട്ട് എത്രയോ പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ സംഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. താങ്ക് യു.